തലസ്ഥാന നഗരിയെ വീണ്ടും വെള്ളത്തിലാക്കി തിരുവനന്തപുരം നഗരസഭയുടെ കടുത്ത അനാസ്ഥ. ശക്തമായൊരു മഴ പെയ്താൽ തലസ്ഥാന നഗരിയിൽ എന്ത് സംഭവിക്കും? ഇതാണ് സംഭവിക്കാനുള്ളത്. നഗരത്തിനെ ശുചീകരിക്കാനാകുന്ന പ്രവർത്തനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഭയാനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഭയങ്കരം തന്നെ. പെയ്ത മഴയിൽ പഴവങ്ങാടിയും പരിസര പ്രദേശങ്ങളും പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതും വെള്ളക്കെട്ടിന് കാരണമായി. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ കടുത്ത നിസ്സംഗതയ്ക്കെതിരെ വ്യാപാരികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. നഗരസഭയും സർക്കാരും എല്ലാം കൃത്യമായി നമ്മുടെ LDF സർക്കാർ സമയത്ത് കൃത്യമായി വൃത്തിയാക്കും. ഇത് ശരിക്കും പറഞ്ഞ നഗരസഭയും സർക്കാരും ഇപ്പോഴത്തെ UDF സർക്കാരും കാണിച്ച ഏറ്റവും വലിയ അനാസ്ഥയാണ് സാർ. എനിക്കതല്ല, തലക്കോളം കയറിക്കഴിഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. என்ன சொன்ன? 7 நாள்ல என்ன முடிக்கிறியா? എണ്ണി 7 സെക്കൻഡുക്കുള്ള ഉണ്ണ ഞാൻ മുടിக்கிறேன். BJP ഇത്തവണത്തെ പ്രചാരണ വാക്യം തന്നെ മാറാത്തത് മാറും എന്നുള്ളതായിരുന്നു. ഇന്നലെ തലസ്ഥാനത്ത് ഏതായാലും നാറാത്തത് നാറുന്ന ദിവസമായിരുന്നു. ആ രീതിയിലുള്ള നാറ്റം ഇപ്പോഴും മാറിയിട്ടില്ല. അവർ തന്നെ നേരിട്ട് ഈ ഓടകളിൽ നിന്നും വാരിയെടുത്ത് വെച്ച വേസ്റ്റാണ് ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ കോർപ്പറേഷൻ്റെ ഒരു ഭരണ മികവായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. ലഹരിക്കെതിരെ തിരുവനന്തപുരം കോർപ്പറേഷൻ കുട്ടികളെ ലക്ഷ്യമിട്ട് സ്കൂളുകൾക്ക് സമീപമുള്ള ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന തടയുകയാണ് ലക്ഷ്യം. സ്കൂളുകളുടെ ചുറ്റുമുള്ള കടകളിൽ വ്യാപകമായിട്ട് നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പലതും ലോട്ടറി കടകളുടെയൊക്കെ തന്നെ മറവിലാണ്. അതിനടിയിൽ ആയിരക്കണക്കിന് പാക്കറ്റ് ലഹരി ഉൽപ്പന്നങ്ങൾ, നിരോധിത ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റിയിൽ ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാഫിയയുടെ മുഴുവനും ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. ആരൊക്കെയാണ് ഇതിന് ഫണ്ട് ചെയ്യുന്നത്, ആരൊക്കെയാണ് കച്ചവടം നടത്തുന്നത്, അവരുടെ അടിവേരർക്കും എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ച് പോലീസിനെ സറണ്ടറായി ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല, അല്ലെങ്കിൽ ശക്തമായ നടപടികളായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. മാത്രമല്ല ഈ കച്ചവടം നടത്തുന്ന, ഈ നിരോധ ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തുന്ന, പുകയില ഉൽപ്പന്നങ്ങൾ കച്ചവടം നടത്തുന്ന, ലഹരി പദാർത്ഥങ്ങൾ കച്ചവടം നടത്തുന്ന ആ കടകളൊക്കെ തന്നെ അപ്പം തന്നെ കോർപ്പറേഷൻ്റെ ട്രക്കുകളുണ്ട്. ആ ട്രക്കുകൾ ഞങ്ങൾ എടുത്തുകൊണ്ട് പോവുകയാണ്. ഒരു നിയമവിരുദ്ധ പ്രവർത്തനവും, പ്രത്യേകിച്ചും കുട്ടികളെ വഴിതെറ്റിക്കുന്ന, അറിവില്ലാത്ത നിഷ്കളങ്കരായ കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ പോലെ ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കുന്ന ഒരാളിനെയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വാഴാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെയൊക്കെ നേതൃത്വത്തിൽ വലിയ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. അത് ശക്തമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇനി അടുത്ത സ്ഥലങ്ങളിൽ പോവേണ്ടി ഇത് അവസാനിപ്പിക്കുന്നില്ല, എല്ലാ ദിവസവും തുടരും. എല്ലാവരും ഇവിടെ അവസാനിപ്പിക്കണം. ഇത് ലൈസൻസ് ഇല്ലാത്ത കടകളെ കൈകാര്യം ചെയ്യുന്നതിനൊരു സിസ്റ്റമുണ്ട്. അത് ഞങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നോക്കി അവരുടെ ആരുടെയും ജീവിതമാർഗ്ഗം വഴിമുട്ടിക്കാൻ വേണ്ടി കോർപ്പറേഷൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് നിയമവിധേയമായിട്ട് ലൈസൻസ് കൊടുക്കാൻ സാധിക്കുമോ എന്നുൾപ്പെടെ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ലോട്ടറിയുടെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്നവരോടൊന്നും ഒരു കോംപ്രമൈസും ഇല്ല. അവരുടെ കടകൾ ഉൾപ്പെടെ കോർപ്പറേഷൻ നീക്കം ചെയ്യുകയാണ്. നിനക്ക് എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.